കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ കോഡെക്സ് മുഴുവനും അഴുകിപ്പോയിട്ട് രക്ഷപ്പെടില്ല എന്നുള്ളൊരു രീതിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഞാൻ ശരിക്കും ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് എടുത്തിട്ട് അഴുകിപ്പോയി അത്രയും ഭാഗം ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് മുഴുവനും സാഫൊക്കെ പുരട്ടി കെട്ടി തൂക്കിയിട്ട് പിന്നെ അതിനെ കുടിച്ച് വെച്ച് നല്ലൊരു പ്ലാന്റ് ആക്കാനായിട്ട് ചെയ്ത ശ്രമത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞ് അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേക്കാമെന്ന് കണ്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അന്ന് ഞാൻ ആ പ്ലാന്റ് വെച്ചത് വെറും മണ്ണും മണലും മാത്രമായിട്ടുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയാണ് അന്ന് വെച്ചിരുന്നത്. കുറച്ച് സാഫൂഡൊക്കെ ഇട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് വീണ്ടും ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പം അന്ന് അത് അങ്ങനെ വെച്ചത് എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പിന്നെയും കീടബാധ ഏൽക്കാതിരിക്കാനായിട്ടാണ്. മറ്റ് ചാണകപ്പൊടിയോ മറ്റു വളങ്ങളോ ഒന്നും ഞാനതിൽ ഉപയോഗിക്കാഞ്ഞത്. അത് ഞാനൊരു 3 മാസം ആ ചട്ടിയിൽ തന്നെ അതങ്ങനെ വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് നല്ലതായിട്ട് വേരുകളൊക്കെ വന്നു. വീണ്ടും ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും കുറച്ച് സാഫും ഒക്കെ ഇട്ട് വീണ്ടും രണ്ടാമതൊരു ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അന്നേരത്തേന് അതിന് ശരിക്കും വേരൊക്കെ വന്നായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ കുഴിച്ച് വെക്കുമ്പോൾ അതിന് വേരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ലതായിട്ട് വേരുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് തന്നെ മാറി. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു രീതിയായിരുന്നു അങ്ങനെ കേട്ടോ. സാധാരണ ചെടികളൊക്കെ എൻ്റെ ചീഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു മെത്തേഡ് ഇതുവരെ ഉപയോഗിച്ചില്ലായിരുന്നു. എന്നാൽ ഇത് ചീഞ്ഞു പോയപ്പോൾ തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു വാട്ടം പറ്റിയപ്പോഴേ ഞാൻ അത് നോക്കിയപ്പോൾ മുഴുവനും അതിൻ്റെ കോഡെക്സ് 3/4 ഭാഗവും അഴുകിപ്പോയായിരുന്നു. എന്നിട്ട് ഞാനിത് മുഴുവനും ക്ലീൻ ചെയ്ത് സാഫൊക്കെ പുരട്ടി ഒരു 2-3 ആഴ്ച കീപ്പോട് കെട്ടിത്തൂക്കി ഇട്ടിരുന്നു. അന്ന് തന്നെ അതിന് നല്ലതായിട്ട് കിളിർപ്പ് വന്നായിരുന്നു. ഞാനതെല്ലാം ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അധികം താമസിക്കാതെ തന്നെ നല്ല കിളിർപ്പുകൾ, നല്ല ആരോഗ്യമുള്ള കിളിർപ്പുകൾ തന്നെയായിട്ട് മാറി. നല്ലതായിട്ട് ഇലകളൊക്കെ വന്നു. ഇഷ്ടം പോലെ മുട്ടുകൾ 2-3 ഇലകളുടെ അടിയിലായിട്ട് നല്ലതായിട്ട് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. നല്ല ഭംഗിയിൽ പൂക്കൾ വിടർന്നു. ഇതിനോടകമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തായിരുന്നു കേട്ടോ. ഈ പ്ലാന്റ് നശിച്ചു പോകുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ മുകൾ ഭാഗം കുറച്ചെടുത്ത് വേറെ കുറേ പ്ലാന്റുകൾക്കായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റുകളിലും ഇപ്പോൾ നിറയെ ഈ കളർ പൂക്കൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് നശിച്ചു പോയ ചെടി മാത്രമല്ല എനിക്ക് കിട്ടിയത്, ആ ചെടിയും കിട്ടി. അതിൻ്റെ കൂടെ 3-4 ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല 3-4 പ്ലാന്റ് കൂടെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ രീതിയിലൊക്കെ അഡീനിയം പ്ലാന്റുകൾ നശിച്ചു പോവുകയാണെങ്കിൽ ആദ്യമേ നമുക്കതൊന്ന് മനസ്സിലാക്കും. എന്നും അതിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു പ്ലാന്റിന് ഒരു വാട്ടോ അല്ലെ എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചാൽ നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് ഞാനത് കണ്ടുപിടിച്ചത്. അപ്പോഴേ ഇങ്ങനെ അഴുക്കായി പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകുന്ന ചെടികളെ അങ്ങ് തീർത്തും നമ്മളങ്ങ് നശിച്ചു പോട്ടെന്നും കണ്ടങ്ങ് വിട്ടുകളയല്ലേ. അഡീനിയം പ്ലാന്റ് ഒന്നും പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല. ഒന്നിൽ അത് പെതുക്കെയായിട്ടേ മേളിലോട്ട് അതിൻ്റെ കേടുകൾ കയറി വരുള്ളൂ. അപ്പോൾ അടുത്ത് വേറെ നമുക്ക് സിംഗിളായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ അഡീനിയം ഉണ്ടെങ്കിൽ അതിലേക്ക് അത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല ഫ്ലവറുകൾ നമുക്കുണ്ടാവും. ആ പ്ലാന്റും നശിക്കാതിരിക്കും. അങ്ങനെ ഞാനിപ്പം ചെയ്ത ഈ പ്ലാന്റിൽ നിന്ന് തന്നെ എനിക്കിപ്പം 3-4 പ്ലാന്റ് തന്നെ ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തു. അപ്പം നശിച്ചു പോകുമെന്ന് വിചാരിച്ച പ്ലാന്റ് നശിച്ചുമില്ല. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളെല്ലാം പിടിക്കുകയും ചെയ്തു. നല്ല വില കൊടുത്ത് മേടിക്കുന്ന അഡീനിയം പ്ലാന്റുകൾ നശിച്ചു പോകുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഈ പ്ലാന്റുകൾ പെട്ടെന്ന് നശിക്കാനും ചാൻസ് കൂടുതൽ. നമ്മൾ ചിലപ്പോൾ എത്ര സംരക്ഷിച്ചാലും അതിന് പെട്ടെന്ന് കേടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അതിനെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ കേടായി പോയ പ്ലാന്റ് പിന്നെ വളർന്നു വരുമ്പോൾ അധികം ഹെൽത്തി ആയിട്ടും നേരത്തേനേക്കാട്ടിലും നല്ല കരുത്തോടെയാണ് അത് വളർന്നു വരുന്നത്. അപ്പോഴത് കാണുമ്പം നമുക്കൊരു സന്തോഷമാവും. അപ്പം അങ്ങനെ പുതിയ പ്ലാന്റുകൾ നശിച്ചു പോകാതെ നല്ല പൂക്കൾ പിന്നെയും നമുക്ക് നമ്മുടെ ചെടികളിൽ ഉണ്ടാകാനായിട്ട് കഴിയും. ഈ പ്ലാന്റിന് തന്നെ ആദ്യ സമയത്ത് ഞാൻ കുഴിച്ച് വെച്ച കുറച്ച് വീഡിയോസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതോടെ കൂട്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷം. അപ്പോൾ ഇനിയും ഞാൻ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും.